ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഷീബ ടെസ്സി. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ പോഷകഗുണങ്ങൾ ഉള്ളതും അതേസമയം ധാരാളം പ്രോട്ടീൻ അടങ്ങിയതും അതുപോലെ തന്നെ വളരെ സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ദോശയുടെ റെസിപ്പിയും അതിന് കോമ്പിനേഷനായിട്ടുള്ള ഒരു തക്കാളി ചട്നിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. റാഗിയും ചെറുപയറും ഉപയോഗിച്ചിട്ടുള്ള ഒരു ദോശയാണ് ഞാൻ തയ്യാറാക്കി കാണിക്കുന്നത്. അതിനായിട്ട് ഞാൻ 3/4 കപ്പ് റാഗി ഒരു പാത്രത്തിലെടുത്തിട്ടുണ്ട്. മറ്റൊരു പാത്രത്തിൽ ചെറുപയറും 1/2 കപ്പ് ചെറുപയറും 1/4 കപ്പ് ഉഴുന്നുപരിപ്പും 1/2 ടീസ്പൂൺ ഉലുവയുമാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് വെവ്വേറെ കഴുകി വൃത്തിയാക്കി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് 6-7 മണിക്കൂർ കുതിർത്തെടുത്ത് കൊണ്ടുവരാം. ഇത് ഞാൻ രാത്രി കുതിർത്തതാണ്. രാവിലെ ആയപ്പോഴേക്കും ഇത് നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് രണ്ടും ഒരുമിച്ച് തന്നെ അരച്ചെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അരച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇൻസ്റ്റൻ്റായി നമുക്ക് ദോശ തയ്യാറാക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാൻ 4-5 ചുവന്നുള്ളിയും 2-3 വെളുത്തുള്ളി, അതുപോലെ തന്നെ 4 പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ 2 കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ ചോറോ അരിയോ ഒന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല. മാത്രമല്ല ഇത് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല. അരച്ച് കൊണ്ടുവന്ന ഉടനെ തന്നെ നിങ്ങൾക്ക് ദോശ ചുട്ടെടുക്കാവുന്നതാണ്. ദോശമാവ് ഇതുപോലെ ഞാൻ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ദോശമാവിന് അല്പം കട്ടി കൂടുതലായതുകൊണ്ട് ആ മിക്സി കഴുകിയിട്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഞാൻ മാവിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം അരച്ച് കൊണ്ടുവന്ന ശേഷം. ഇനി നമുക്ക് ദോശയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് ഇത് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇപ്പോൾ തന്നെ നമുക്കത് ദോശ ചുട്ടെടുക്കാവുന്നതാണ്. നെയ്മയം പുരട്ടിയ ദോശത്തവയിലേക്ക് മാവ് കോരി ഒഴിച്ച് വളരെ ക്രിസ്പി ആയിട്ടുള്ള ദോശകൾ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അല്പം നെയ്യ് കൂടെ ഞാൻ ഇതിൻ്റെ മുകളിൽ തൂവി കൊടുക്കുന്നുണ്ട്. വളരെ രുചികരവുമാണ്. അതേസമയം റാഗിയും ചെറുപയറും ഒക്കെ അടങ്ങിയതുകൊണ്ട് ഇതിൽ ധാരാളം പ്രോട്ടീനും കാൽഷ്യവും ആൻറ്റി ഓക്സിഡൻസും എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇവിടെ ദോശയെല്ലാം ഞാൻ ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. തക്കാളി ചട്നി തയ്യാറാക്കാൻ കടായിൽ വെളിച്ചെണ്ണ ഒഴിച്ച് 4 വെളുത്തുള്ളി അതുപോലെ തന്നെ 2 പച്ചമുളകും കൂടെ ഇട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇത് ചെറുതായി ഒന്ന് വഴന്നു വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു മീഡിയം സൈസ് സവാള അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതും നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇത് ചെറുതായി ഒന്ന് വഴന്നു വരുമ്പോഴേക്കും 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് 2-3 മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയെടുക്കണം. എൻ്റെ ചാനലും എൻ്റെ റെസിപ്പിയും ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. കൂടാതെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ. ഇപ്പോൾ സവാളയും തക്കാളിയും എല്ലാം ചെറുതായി ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് നേരം നമുക്കത് മൂടി വെച്ച് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അല്പം കൂടെ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഞാനിവിടെ 1/4 ടീസ്പൂൺ കായപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് തണുക്കുമ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ചട്നിയായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇവിടെ ചട്നി അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് പൊട്ടിച്ച് ചുവന്ന മുളകും കറിവേപ്പിലയും അല്പം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ഇത് ചട്നിയിലേക്ക് മിക്സ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തക്കാളി ചട്നി പെട്ടെന്ന് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ഈ ദോശയും ചട്നിയും നമുക്ക് പെട്ടെന്ന് തയ്യാറായിട്ട് എടുക്കാം. വളരെ ടേസ്റ്റിയാണ്. അതേസമയം ധാരാളം പ്രോട്ടീനും കാൽഷ്യവും ഒക്കെ അടങ്ങിയിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.